അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാർ, കുറച്ച് ദിവസങ്ങളായിട്ട് ഈ യൂട്യൂബിലൊക്കെ വരാറുണ്ട്. ചില മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പറയാറുണ്ട്, മുസ്ലിം ലീഗ് ഇവിടെ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു. വ്യാപകമായൊരു മറുപടി പറയാനിപ്പോൾ സമയമില്ല. ആ പറയുന്ന ആൾക്കാർ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ഓർക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക. മുസ്ലിം ലീഗ് എന്ത് നമുക്ക് ചെയ്തു? കേരളം വിട്ടാൽ കേരളത്തിന് പുറത്തുള്ള മുസ്ലിം സമുദായത്തിനും അവർക്ക് നമ്മൾ അനുഭവിക്കുന്ന അന്തസ്സ് അഭിമാനത്തിൽ ജീവിക്കാനുള്ള സൗകര്യം അവർക്കില്ല. നമ്മളിന്ന് മത്സരിച്ചിട്ട് 100-ാം വാർഷികമോ 50-ാം വാർഷികമോ ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ കയ്യൊപ്പ് മാത്രമാണ്. സമസ്ത ഉണ്ടാവാനും സമസ്ത പ്രവർത്തനങ്ങളും KNMനൊക്കെ മുസ്ലിം ലീഗിൻ്റെതായ സഹായങ്ങൾ ഉണ്ട്. അത് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കി തരാം. ഇപ്പോൾ 10,000 ചില്ലാനം മദ്രസകൾ സമസ്തക്കുണ്ട്. സന്തോഷമുള്ളൂ. ആ മദ്രസയുടെ തുടക്കം കുറിച്ചതാരാണറിയോ? കാര്യവട്ടത്ത് 957 കാലഘട്ടത്തിൽ സമസ്തരുടെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിലെ മർഹൂം വാഫക്കി തങ്ങൾ റഹിമഹുല്ലാഹിൻ്റെ ഒരു പ്രസംഗമാണ്. സമസ്തക്ക് ഒരു വിദ്യാഭ്യാസ ബോർഡ് വേണം, സിലബസ് ഏകീകരണം വേണം, അതിനുള്ള ശ്രമം ഇവിടെ വെച്ച് തുടങ്ങണമെന്ന് പറഞ്ഞ് അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയും അതിന് ശേഷമാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡും അതുപോലെ തന്നെ അതിൽ പഠിപ്പിക്കാനുള്ള സിലബസ് ഏകീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയതും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏക വ്യക്തി മർഹൂം വാഫക്കി തങ്ങളാണ്. അദ്ദേഹത്തിന് അല്ലാഹു തആല അതിൻ്റേതായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് വാഫക്കി തങ്ങൾ സമസ്ത മുഷാവറ മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു വാഫക്കി തങ്ങൾ. ആ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായ വാഫക്കി തങ്ങളാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചാൽ 957 മുന്നിട്ടിറങ്ങി ആ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായത്. അത് മനസ്സിലാക്കി വെക്കണം. ലീഗിനെ എതിർക്കുന്നവരുണ്ടല്ലോ, ഒളിഞ്ഞും തെളിഞ്ഞ് ലീഗിനെ എതിർക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അഭിമാനിക്കുന്ന വിദ്യാഭ്യാസ ബോർഡും ഈ മുഷാവറ മെമ്പറും മുഷാവറയൊക്കെ ഉണ്ടായതിന് പിന്നിൽ വാഫക്കി തങ്ങളാണ്. വാഫക്കി തങ്ങൾ അന്ന് ലീഗിൻ്റെ പ്രസിഡന്റാണ്, മുഷാവറ മെമ്പറാണ്, വിദ്യാഭ്യാസ ബോർഡിൻ്റെ സ്ഥാപകൻ കൂടിയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് കയറി വരുന്ന വയസ്സായ ഒരാളങ്ങോട്ട് കയറി വരുമ്പോൾ വേഗം ചെന്ന് സലാം പറഞ്ഞ് കൈ പിടിച്ച് സ്റ്റേജിന്മേൽ കൊണ്ടുപോയി വാഫക്കി തങ്ങൾ ഇരുന്ന് എണീറ്റിട്ട് ആ സീറ്റിൽ ഇരുത്തിയത് ഒരു മഹാൻ ഉണ്ടായിരുന്നു. അതാരാണെന്നറിയോ? കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ്റെ KM മൗലവി. ഈ KM മൗലവിയും അതുപോലെ തന്നെ വാഫക്കി തങ്ങളൊക്കെ ഇവരുടെയൊക്കെ ഒരേ സ്റ്റേജ് പങ്കിട്ട് അവരുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഗുണങ്ങളൊക്കെ. മുസ്ലിം ലീഗ് എന്തേ ചെയ്തു? മുസ്ലിം ലീഗ് ചെയ്തൊന്നും കണ്ടില്ലേ? രണ്ടെണ്ണം മനസ്സിലായില്ല. ഇനി എന്താ? അന്നത്തെ കാലത്ത് ഈ പറയുന്ന മുസ്ലിയരുണ്ടല്ലോ, ആ കാലത്ത് ഒരു 19 വർഷങ്ങൾക്ക് കൂട്ടിക്കോളിയും 30 കൊല്ലം കൂട്ടിയാൽ മതി. ആരൊക്കെയായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത്? എത്ര മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോയിരുന്നു? ഞാൻ അതിൻ്റെ സ്കൂളിൽ പഠിച്ചതാണ്. ആ പഠിക്കുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിൽ തലയിൽ തട്ടട്ട 1-2 പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 4-5 മുസ്ലിം ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിന് ശേഷം ഞാൻ പഠിച്ച് പാസ്സായി മാഷായി വന്നിട്ട് ആ സ്കൂളിൽ ഞാൻ വരുമ്പോൾ അവിടെ 3,500ഓളം കുട്ടികളുണ്ടായിരുന്നു. അതിൽ 2,500ഓളം മുസ്ലിം കുട്ടികളായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്? നമ്മുടെ ഈ ലീഗിൻ്റെയും അതുപോലത്തെ മതസാംസ്കാരിക സംഘടനയുടെയും പ്രവർത്തനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മൾ ഇത്ര വിദ്യാഭ്യാസപരമായി പറഞ്ഞത്. 971 കാലഘട്ടങ്ങളിൽ CH വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ് കണ്ടമാനം വിദ്യാലയങ്ങൾ നൽകിയത്. UP സ്കൂളും ഹൈസ്കൂളും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മളെ മണ്ണാർക്കാട് MAS കോളേജ്, കരിയറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെ ഒരുപാട് നൽകി മുസ്ലിങ്ങൾ പഠിച്ചു വളരാൻ. CHൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുക, വീണ്ടും പഠിക്കുക. മറ്റുള്ള സമുദായക്കാരങ്ങളെ പോലെ നിങ്ങളും വിദ്യാഭ്യാസമുള്ളവരാവണം. നിങ്ങൾ അന്യരുടെ വെള്ളം കോരികളും വിറകുവെട്ടികളുമാകാതെ നിങ്ങൾ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കണം, വീണ്ടും പഠിക്കണം. അതിന് പ്രോത്സാഹനം എന്ന നിലക്കാണ് മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് നടപ്പിലാക്കിയത്. മനസ്സിലായോ? മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ചെറിയൊരു സഹായ നിധി നടപ്പിലാക്കിയ ഇന്നുമുണ്ട്. ആരാ നടപ്പിലാക്കിയത്? 971 CH വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്താണ്. കരിയറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് CH വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്താണ്. നമ്മുടെ MAS കോളേജ് അത് CH വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്താണ്. അത് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് എന്തേ ചെയ്ത്? മുസ്ലിം ലീഗ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കണം. ഈ പറഞ്ഞ മുസ്ലിയാക്കന്മാർ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഗവൺമെൻറ് സർവീസിലുണ്ടാവും. 100 പേരെ ഗവൺമെൻറ് സർവീസിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ PSCയിൽ നിന്ന് 13%, 100ന് 13 എന്ന തോതിൽ മുസ്ലിങ്ങൾ വെച്ചോളണം. അത് എല്ലാ മേഖലകളിലും വേണം. അങ്ങനെയാണ് നമ്മളൊക്കെ ഇഷ്ടം പോലെ ഗവൺമെൻറ് സർവീസിലൊക്കെ കയറി ജോലിക്കാരായി
ഇപ്പം മുസ്ലിം ലീഗിനോട് അലർജി. മുസ്ലിം ലീഗ് ഇപ്പം എന്തേ ചെയ്തു? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നിങ്ങൾക്കറിയോ? ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാൻ അന്നലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പള്ളിക്ക് പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച ഒരു മണി മുതൽ 2 മണി വരെ എല്ലാവരും. അവിടുത്തെ നോർമൽ ഉച്ചക്കുള്ള ബ്രേക്കാണ്. ആ 1 മണിക്കൂർ മാത്രം. അന്നത്തെ കാലത്തെ MSF അന്നുണ്ട് കേട്ടോ. അത് ആരാണെന്ന് എനിക്കറിയില്ല. MSFൻ്റെ ആരോ വന്നിട്ട് നമുക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ 1 മണിക്കൂർ കൂടുതൽ കിട്ടാണ്. CH വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇപ്പോൾ നമ്മളത് ശ്രമിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞൊരു ഒപ്പുശേഖരണം നടത്തി. അതിൽ ഒപ്പിട്ടവരാണ് ഞാൻ. അന്ന് ഞാൻ 7ലോ എന്തോ പഠിക്കുന്നത്. ആ ഒപ്പുശേഖരണം നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 മണിക്കൂർ, 1 മണിക്കൂർ അധികം. 12:30 മുതൽക്ക് സ്കൂൾ വിട്ടാൽ 2:30 തുടങ്ങാവൂ. സ്കൂളുകളൊക്കെ മറ്റു ഓഫീസ് സ്റ്റാഫിനൊക്കെ നിയന്ത്രിത അവധി, അവർക്ക് 1 മണിക്കൂർ അധികം പള്ളിയിൽ പോയി വരാം. ഇതൊക്കെ ലീഗിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ രാജ്യത്ത് ഉടലെടുക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ മുന്നണി പോരാളികളായിട്ട് ലീഗിൻ്റെ സമരവും ഒക്കെ ഉണ്ടായിക്കൊണ്ടാണ് അത് പലതവണ പരാജയപ്പെടലും. ഇപ്പം ഈയിടെ PSC വഖഫ് ബോർഡിലേക്ക് PSC നിയമനം. നിങ്ങൾക്ക് എന്ത് വഖഫ് ബോർഡ് വെച്ചിരിക്കണം? ഈ മൂല്യന്മാർ ഇതിങ്ങനെ പറഞ്ഞ് ഈ ജനങ്ങളെ വെറുപ്പിക്കുകയല്ലേ. വഖഫ് ബോർഡ് തന്നെ നമ്മളെ പൊതു സ്വത്താണ്, പള്ളിയുടെയും മദ്രസിൻ്റെ ഒക്കെ ഉള്ള സ്വത്താണ്. അത് ആ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത് വഖഫ് ബോർഡ് കാൾ ഫോർ ചെയ്ത് തിരഞ്ഞെടുക്കുന്ന മുസ്ലിം സ്റ്റാഫാണ്, ജീവനക്കാരാണ്, ഉദ്യോഗസ്ഥന്മാരാണ് കൈകാര്യം ചെയ്യുക. അവിടേക്ക് ഹിന്ദുക്കളെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ദേവസ്വം ബോർഡും അങ്ങനെ തന്നെയാണ്. അവിടെയൊക്കെ മുസ്ലിങ്ങളെയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് PSC എടുത്ത് പരീക്ഷ നടത്തി കഴിഞ്ഞാൽ വഖഫ് ബോർഡിലേക്ക് നിയമിക്കുക രാമനെയും കൃഷ്ണനെയായിരിക്കും. ദേവസ്വം ബോർഡിലേക്ക് നിയമിക്കുക മുഹമ്മദിനെയും മറ്റവരെയായിരിക്കും. അത് തെറ്റാണ്, പറ്റൂല. വഖഫ് ബോർഡിൻ്റെ നിയമനം വഖഫ് ബോർഡിന് കൊടുക്കണം, അത് മുസ്ലിങ്ങളായിരിക്കണം. ദേവസ്വം ബോർഡിൻ്റേതും അങ്ങനെ തന്നെ. കുറേ പിടിച്ചു നിന്ന് പിണറായി അത് ആ പിടിച്ചതിന് മുസ്ലിം ലീഗിൻ്റെ സമരത്തിന് മുമ്പിൽ മുട്ടുകുത്തി പരാജയപ്പെടുത്തി. അതൊക്കെ പഠിത്തേണ്ടത് ഈ മന്ത്രിസഭയിലുണ്ടായതാണ്. ഈ പിണറായിയുടെ കൈ കൊണ്ട് തന്നെ ക്യാൻസലിൽ നിന്ന് ചെയ്യിപ്പിച്ച ആൾക്കാരാണ് ലീഗിൻ്റെ നേതാക്കൾ. നമ്മളൊക്കെ അന്ന് വഖഫ് ബോർഡ് സമരത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടൊക്കെ സമരത്തിന് പോയ ആൾക്കാർ. 3-4 പോയിന്റ് മനസ്സിലാക്കുക. എന്നിട്ട് ലീഗ് എന്തേ ചെയ്തു, ലീഗിനെ കൊണ്ട് എന്തേ സമുദായത്തിന് കാര്യം കിട്ടിയത് ഇനിയും മടങ്ങിയൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ഈ വരുന്ന ഇലക്ഷനിൽ വരാൻ പോകുന്ന നിയമസഭയിലൊക്കെ നമ്മളെ മുന്നണി UDF മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ മുസ്ലിം ലീഗ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് കേരള സർവീസ് പെൻഷേഴ്സ് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് യൂസുഫ് മിഷ്കാത്ത് നിങ്ങളെല്ലാവരോടും ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും വിജയാശംസ നേരുന്നു. എല്ലാവരും ലീഗിൽ അണിനിരക്കുക, UDFൽ അണിനിരക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഷ്ടപ്പെട്ടവർ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന അഭ്യർത്ഥന ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.